ശബരിമല അയ്യപ്പ സംഗമത്തിൻ്റെ കണക്ക് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പാർട്ടിയെ പ്രതിനിധീകരിച്ചും സർക്കാരിനെ പ്രതിനിധിച്ചും വന്നവർ പറഞ്ഞു വന്നിരുന്നത് പി എസ് പ്രശാന്ത് മുൻ ദേവസ്വം പ്രസിഡന്റും പറയുന്നത് അത് ഓഡിറ്റർക്ക് പറ്റിയ പിഴവാണ്. ആ റിപ്പോർട്ട് എങ്ങനെ കൊടുത്തു എന്ന അന്വേഷണം വേണമെന്നാണ് പി എസ് പ്രശാന്ത് പറഞ്ഞത്. ഇന്ന് ഇപ്പോഴത്തെ ദേവസ്വം അധ്യക്ഷൻ പറയുന്നു അത് ഓഡിറ്റർമാരുടെ കുഴപ്പമല്ല, ദേവസ്വം ബോർഡ് കൃത്യമായ മറുപടി ഓഡിറ്റർക്ക് നൽകിയില്ല, കൃത്യമായ രേഖകൾ നൽകിയില്ല, പിഴവ് ഞങ്ങളുടേതാണെന്ന് ഏറ്റു പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഓഡിറ്റർ ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്, അതുപോലെ ആ റിപ്പോർട്ട് സമർപ്പിച്ച സ്പെഷ്യൽ കമ്മീഷണറെയും ഒക്കെ കുറ്റം പറഞ്ഞത് പിൻവലിച്ചോ? യൂറ്റേൺ അടിച്ചവരൊക്കെ തീർച്ചയായിട്ടും അത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യത്തെ ചോദ്യത്തിന് വന്ന ചർച്ചയിൽ നിന്ന് വെളിവായ കാര്യം ഒന്ന് പറയണമല്ലോ. അതായത് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി കൃത്യമായിട്ട് സമ്മതിക്കുന്നുണ്ട് RSSന്റെ ആദ്യത്തെ നിലപാട് യുവതീ പ്രവേശനം ആവാം, ജെൻഡർ ജസ്റ്റിസ് വേണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ യുവതികൾ പ്രവേശിക്കുന്നു എന്നുള്ള ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ ആളുകളെ കൂട്ടിയിട്ട് നിലപാടുള്ളവരുണ്ടാകാമെന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, അന്ന് കെ സുരേന്ദ്രൻ ആരായിരുന്നു സർ? ഒരാളല്ലല്ലോ. BJPയുടെ സംസ്ഥാന അധ്യക്ഷ യുവമോർച്ചയുടെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവായിരുന്നില്ലേ? RSSന്റെ ഔദ്യോഗിക നിലപാട് അത് തന്നെ ആയിരുന്നുവല്ലോ. ഞാൻ പറയുന്നത് അങ്ങ് കെ സുരേന്ദ്രൻ പറയുന്നത് BJPയുടെ നിലപാടാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതാണ് BJPയുടെ നിലപാട്. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെ നിലപാട് പറയുന്നത് BJP പ്രസിഡന്റ് ആണെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കരുത്. അത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതായത് 900-ലധികം ഹൈന്ദവ സംഘടനകളുണ്ട്. നിങ്ങൾക്ക് 900 നിലപാടുകളുമായിരിക്കും. RSSന്റെ നിലപാടിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതെപ്പോഴും RSSന് കിട്ടുന്നൊരു ആനുകൂല്യം. ഞാൻ പണ്ട് നടന്നൊരു ടെലിവിഷൻ ചർച്ച ഓർക്കുകയാണ്. അതായത് ഈ ശബരിമലയിൽ മകരവിളക്ക് തെളിച്ചു എന്നാണ് ഈ തവണയും പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരുന്നു, അത് മനുഷ്യന്മാർ കത്തിക്കുന്നതാണ് എന്ന്. ആ വിഷയം കത്തിക്കാൻ വേണ്ടി അന്ന് നടന്നിരുന്ന ഒരു ചർച്ചയിൽ യുക്തിവാദികളുടെ ഏതൊരു പ്രവർത്തകൻ കുറേ തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് അവിടെ കത്തിക്കുന്നതാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച ആ ചർച്ചയിൽ അന്നുണ്ടായിരുന്നത് ഡോക്ടർ R ഗോപാലകൃഷ്ണനായിരുന്നു. R ഗോപാലകൃഷ്ണൻ വളരെ കൂളായിട്ട് പറഞ്ഞത് ശബരിമലയിൽ അമ്പലം മനുഷ്യരുണ്ടാക്കിയതാണ്, വിഗ്രഹം മനുഷ്യരുണ്ടാക്കിയതാണ്, കൊടിമരം മനുഷ്യരുണ്ടാക്കിയതാണ്, 18-ാം പടി മനുഷ്യരുണ്ടാക്കിയതാണ്, അതുപോലെ മകരജ്യോതി എന്ന് പറയുന്നു മനുഷ്യർ കത്തിക്കുന്നതാണ്. പക്ഷേ അതിൽ ഞങ്ങൾ ദൈവ ചൈതന്യം കാണുന്നു. ക്ലിയർ ആയിട്ട് പറയുമ്പോൾ ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതേ കാര്യം ഇവർ പറയുന്ന പോലെ ഒരു അവിശ്വാസി പറഞ്ഞാൽ നിങ്ങളുടെ വികാരം വ്രണപ്പെടും. വികാരമാണ് വ്രണപ്പെടുക, വിശ്വാസത്തിനല്ല. അങ്ങനെ വല്ലാത്തൊരു ഇൻസുലാരിറ്റി ഉണ്ട് എപ്പോഴും വിശ്വാസി സമൂഹത്തിന്. അത് നിങ്ങൾ സമയത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യും. കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ കൃത്യമായിട്ട് സമ്മതിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ നിലപാട് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന് വേറെയായിരുന്നു നിലപാട്. ഇത് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് അവിശ്വാസികളെന്നൊന്നും പറയില്ലേ. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുക്തിവാദിയും അവിശ്വാസിയും ഏറ്റവും വലിയ റാഷണലിസ്റ്റും അദ്ദേഹമായിരുന്നു. അങ്ങനെയൊന്നും പറയരുത് കോൺഗ്രസിൻ്റെ പ്രതിനിധി. അപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യത്തെ നിലപാട് അതായിരുന്നു. പക്ഷേ ഇവിടെ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പം സുവർണാവസരമാണെന്ന് കരുതി നിങ്ങൾ നിലപാട് മാറ്റുകയായിരുന്നു. സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് സർക്കാർ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിരുന്നു, നടപ്പിലാക്കി. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവും സോഷ്യൽ അൺറസ്റ്റും വന്നപ്പം അത് സസ്പെൻഡ് ചെയ്തതുപോലെയാക്കി. ഇനി സുപ്രീം കോടതിയുടെ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.